വെൽക്കം ബാക്ക് എവരിവൺ. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചും ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മെഷീൻ ലേണിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് മെത്തേഡാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ് റോബോട്ടിക്സ്, ഗെയിം പ്ലേയിങ്, ഓട്ടോണോമസ് സിസ്റ്റംസ് എന്നിവ. ഇവയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവ എൻവയോൺമെൻറ്റുമായി ഇൻറ്ററാക്ട് ചെയ്ത് എൻവയോൺമെൻറ്റ് അനുസരിച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന മെഷീൻസാണ്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലും നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ലേബിൾഡ് ഡേറ്റാ സെറ്റ്സ് ഓർ അൺലേബിൾഡ് ഡേറ്റാ സെറ്റ്സ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ മൾട്ടിപ്പിൾ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഉണ്ടായിരിക്കും. എൻവയോൺമെൻറ്റിലെ എക്സ്പീരിയൻസിലൂടെയാണ് മെഷീൻസ് ലേൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എങ്ങനെയാണോ ഒരു കാർ ഡ്രൈവിംഗ് ലേൺ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങും. കാർ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പല എൻവയോൺമെൻറ്റുമായി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു. ലൈക്ക് റോഡ് കണ്ടീഷൻസ്, ട്രാഫിക് സൈൻസ്, പെഡസ്ട്രിയൻസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഡ്രൈവിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അനുസരിച്ച് കാറിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. അതുപോലെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് കാർ ഡീവിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സോ ബേസിക്കലി വി നീഡ് ടു എക്സ്പീരിയൻസ് ടു ലേൺ. തിയറി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാർ ഡ്രൈവിംഗ് ലേൺ ചെയ്യാൻ സാധിക്കില്ല. സോ വി ഹാവ് ടു ലേൺ ഫ്രം ഇൻട്രാക്ഷൻ. ഇതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ചെസ് ഗെയിം. ഇവിടെ ഒരുപാട് മൂവ്സ് ഉണ്ടാകും. ഇവിടെ ഓരോ മൂവ്മെൻറ്റും കറണ്ട് ഗെയിമിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ആയിരിക്കും. ഇവിടെ എൻവയോൺമെൻറ്റ് ഡൈനാമിക്കലി ചേഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ മൂവ്മെൻറ്റും ഡിഫറൻ്റ് ആയിരിക്കും. സോ ഈച്ച് മൂവ്മെൻറ്റ് വിൽ ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് ദി ഗെയിം. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിലെ മെയിൻ കൺസെപ്റ്റുകളാണ് ഏജൻറ്റ്, എൻവയോൺമെൻറ്റ്, സ്റ്റേറ്റ്, ആക്ഷൻസ്, പോളിസി, റിവാർഡ്, വാല്യൂ ഫംഗ്ഷൻ, ആക്ഷൻ വാല്യൂ ഫംഗ്ഷൻ എന്നിവ. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ഏജൻറ്റ്. ഇവിടെ ഡിസിഷൻസ് എടുക്കുകയും ആക്ഷൻസ് പെർഫോം ചെയ്യുകയും ചെയ്യുന്ന എൻറ്റിറ്റിയാണ് ഏജൻറ്റ്. കാർ ഡ്രൈവിംഗ് ലേൺ ചെയ്യുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേൺ ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഓട്ടോണോമസ് വെഹിക്കിളാണ് ഏജൻറ്റ്. നെക്സ്റ്റ് വൺ എൻവയോൺമെൻറ്റ്. ഏജൻറ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ സിസ്റ്റമാണ് എൻവയോൺമെൻറ്റ്. സ്റ്റേറ്റ് എന്നത് കറണ്ട് സിറ്റുവേഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് ദി സിസ്റ്റമാണ്. ആക്ഷൻ, ദി ചോയ്സ് ഓർ മൂവ് അവൈലബിൾ ടു ദി ഏജൻറ്റ് ഇൻ എ ഗിവൻ സ്റ്റേറ്റ്, അതാണ് ആക്ഷൻ. എന്തൊക്കെ ചോയ്സസ് ഏജൻറ്റിന് അവൈലബിൾ ആണോ അതിനെയാണ് ആക്ഷൻസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡ്രൈവിങ്ങിൻ്റെ എക്സാമ്പിളിൽ ആക്സിലറേറ്റിംഗ്, ബ്രേക്കിംഗ്, സ്റ്റിയറിംഗ്, ടേണിംഗ് എന്നിവയൊക്കെയാണ് ആക്ഷൻസ്. പോളിസി, ഏജൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് പോളിസി. ഫോർ എക്സാമ്പിൾ, എപ്പോഴൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ലൈൻ സ്വിച്ച് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള റൂൾസ്. റിവാർഡ്, ഏജൻറ്റ് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് റിവാർഡ്. അതൊരു ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ആകാം അല്ലെങ്കിൽ പെനാൽറ്റി ആകാം. സോ ബേസിക്കലി പോസിറ്റീവ് റിവാർഡ്സും ഉണ്ടാകും, അതുപോലെ നെഗറ്റീവ് റിവാർഡ്സും ഉണ്ടാകും. നെഗറ്റീവ് റിവാർഡ്സ് അല്ലെങ്കിൽ പെനാൽറ്റീസ്. ഡ്രൈവിങ്ങിൻ്റെ കേസിൽ കൊളിഷൻസ് അവോയ്ഡ് ചെയ്യുന്നത്, സേഫ്ലി നേവിഗേറ്റിംഗ് ടേൺസ്, റീച്ചിങ് ഡെസ്റ്റിനേഷൻ, ഇവയൊക്കെയാണ് പോസിറ്റീവ് റിവാർഡ്സ്. കൊളീഷൻസ്, ട്രാഫിക് വയലേഷൻ, ഇതൊക്കെയാണ് നെഗറ്റീവ് റിവാർഡ്സ് അല്ലെങ്കിൽ പെനാൽറ്റീസ്. വാല്യൂ ഫംഗ്ഷൻ, ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് കറണ്ട് സ്റ്റേറ്റ് എത്രത്തോളം ബെനിഫിറ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് വാല്യൂ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ റോഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് എത്രത്തോളം ബെനിഫിറ്റ് ആകും എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ആക്ഷൻ വാല്യൂ ഫംഗ്ഷൻ. ആക്ഷൻ വാല്യൂ ഫംഗ്ഷൻ എന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു സ്പെസിഫിക് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും എത്രത്തോളം റിവാർഡ് ലഭിക്കും എന്നത് ചെക്ക് ചെയ്യുന്നതാണ് ആക്ഷൻ വാല്യൂ ഫംഗ്ഷൻ. കാർ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ ഒരു റോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ലൈൻ ചേഞ്ച് ചെയ്യുന്നതാണോ അതോ സേഫ് ഡ്രൈവിംഗ് പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ലോങ് ടേം ബെനിഫിറ്റ്സിന് ഏതാണോ ബെറ്റർ എന്ന് ചൂസ് ചെയ്യുന്നതാണ് ആക്ഷൻ വാല്യൂ ഫംഗ്ഷൻ. സോ ഇതൊക്കെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനായി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ബീയിങ് യൂസ്ഡ് ടു ലെറ്റ് മെഷീൻസ് ലേൺ ഹൗ ടു ബിഹേവ് ബേസ്ഡ് ഓൺ ഇൻറ്ററാക്ഷൻ വിത്ത് ദി എൻവയോൺമെൻറ്റ് വൈൽ ഫോക്കസിങ് ഓൺ ദി എൻഡ് ഗോൾ. സോ ഇവിടെ ഒരു എൻഡ് ഗോൾ ഉണ്ടായിരിക്കും. ഈ ഒരു എൻഡ് ഗോളിലേക്ക് എത്തുവാൻ എൻവയോൺമെൻറ്റിലെ ഇൻട്രാക്ഷനിലൂടെ മെഷീൻ ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഇവിടെ എൻഡ് ഗോൾ എന്നത് എന്തുമാകാം. ഫോർ എക്സാമ്പിൾ, ചെസ് ഗെയിമിൽ വിന്നിങ് ദ ഗെയിം ആണ് എൻഡ് ഗോൾ. ഇവിടെ മെയിൻലി ഒരു ഡിസിഷൻ മേക്കിംഗ് ഏജൻറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ഏജൻറ്റ് എന്നത് ഒരു ഫിസിക്കൽ റോബോട്ട് അല്ല, അതൊരു സബ് കമ്പോണൻ്റ് ആയിരിക്കും. ഒരു വലിയ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മോഡലിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും. ബേസിക്കലി ഈ ഒരു ഏജൻ്റ് ആയിരിക്കും ആക്ഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്. ബേസിക്കലി ഇതൊരു സോഫ്റ്റ്വെയർ മൊഡ്യൂൾ പോലെയാണ്. ഒരുപാട് സീക്വൻസ് ഓഫ് ഇൻട്രാക്ഷൻ വരുമ്പോൾ ഈ ഒരു ഏജൻ്റാണ് ഡിസിഷൻസ് എടുക്കുന്നതും ആക്ഷൻസ് അപ്ലൈ ചെയ്യുന്നതും. ഇവിടെ ഓരോ ആക്ഷൻ പെർഫോം ചെയ്യുമ്പോഴും ഒരു ഫീഡ്ബാക്ക് പോലെ ഒരു റിവാർഡ് ഏജൻറ്റിന് ലഭിക്കും. അത് ചിലപ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കാം. ഇങ്ങനെ ഓരോ റിവാർഡ് കിട്ടുന്നതിനനുസരിച്ച് ഏജൻറ്റ്
ആക്ഷൻസ് എടുക്കുകയും എൻഡ് ഗോളിലേക്ക് എത്തുകയും ചെയ്യും. സോ ബേസിക്കലി റിവാർഡ്സ് ആണ് ഏജൻറ്റിനെ എൻഡ് ഗോളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഏജൻറ്റ് റിവാർഡ്സ് മാക്സിമം ഇൻക്രീസ് ചെയ്യുവാനും പെനാൽറ്റീസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുവാനുമാണ് ട്രൈ ചെയ്യുന്നത്. ഏജൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ട്രയൽ ആൻഡ് എറർ സിറ്റുവേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെയാണോ സൈക്ലിംഗ് പഠിപ്പിക്കുന്നത് അതുപോലെയാണ്. എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും കുട്ടിയോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. ബട്ട് സൈക്ലിംഗ് കുട്ടി ലേൺ ചെയ്യണമെങ്കിൽ അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ ലേൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സോ പലതവണ ഫെയിൽ ആയതിനു ശേഷം മാത്രമേ സൈക്ലിംഗ് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ ഇതുപോലെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗും. ഒരുപാട് ട്രയൽ ആൻഡ് എററിലൂടെ മാത്രമേ ലേൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഏജൻറ്റ് ഫസ്റ്റ് ടൈം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അത് ഫെയിൽ ആയിരിക്കാം. ഇങ്ങനെ ഓരോ ഇൻട്രാക്ഷനിലൂടെയും മെഷീൻ ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചെസ് ഗെയിം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗെയിംസ് എല്ലാം ഫെയിൽ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ഗെയിംസ് ഫെയിൽ ആയതിനു ശേഷം മാത്രമേ അതൊരു വിന്നിംഗ് ഗെയിമിലേക്ക് എത്തുകയുള്ളൂ. ഡ്യൂറിങ് ദിസ് ടൈം ഏജൻറ്റ് ട്രൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ട്രയൽ ആൻഡ് എററിലൂടെ റിവാർഡ്സ് ഇൻക്രീസ് ചെയ്യുവാനും എൻഡ് ഗോളിലേക്ക് എത്തുവാനുമാണ്. സോ ഓരോ തവണയും അച്ചീവ് ചെയ്യുന്ന നോളജ് നെക്സ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എൻഡ് ഗോളിലേക്ക് എത്തുന്നു. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. മെഷീൻ ലേണിംഗിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽസ്. നമ്മുടെ പാരൻറ്റ് ചാനലായ കോഡേഴ്സ് ബ്രാഞ്ച് ചാനലും സപ്പോർട്ട് ചെയ്യുക. മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായും നമ്മുടെ ചാനൽസ് സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.